السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട അൽബയാൻ ദർശനങ്ങളെ, അപ്പോൾ നമ്മൾ ഫത്ഹുൽ മുഈനിലെ സിഫത്ത് സ്വലാത്ത് നിസ്കാരത്തിൻ്റെ റുക്കുനുകളെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. 4 റുക്കുനുകളെ നമ്മൾ പറഞ്ഞു. അതിലെ ഏതാനും ചില സുന്നത്തുകളാണ് നമ്മൾ പറഞ്ഞിരുന്നത്. 4-ാമത്തെ ഫാത്തിഹ ഓതുകയും അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില സുന്നത്തുകളാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അവസാനമായി ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനെ അല്ലെങ്കിൽ ഇമാമ് അല്ലെങ്കിൽ മഅ്മൂം ആവട്ടെ, എല്ലാവർക്കും എല്ലാ പോക്കുവരവുകളിലും സുജൂദ്, ഇഅ്തിദാൽ ഇങ്ങനെ പോക്കുവരവുകളിലൊക്കെ തക്ബീർ ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ്. അപ്പോൾ റുക്കൂലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ, സുജൂദിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ, സുജൂദിൽ നിന്ന് ജുലൂസിലേക്ക് വരുമ്പോൾ അല്ലാഹു അക്ബർ, ഇങ്ങനെ ഓരോ പോക്കുവരവിലും അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഇമാമിനാവട്ടെ മഅ്മൂമിനാവട്ടെ ഇനി ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനാവട്ടെ എല്ലാവർക്കും അത് ചൊല്ലൽ സുന്നത്തുണ്ട് എന്നുള്ളതാണ്. എന്നാൽ റുക്കൂയിൽ നിന്ന് ഉയരുമ്പോൾ, ഇഅ്തിദാലിലേക്ക് ഉയരുമ്പോൾ തക്ബീർ ചൊല്ലൽ സുന്നത്തില്ല. പകരം അവിടെ സമി അല്ലാഹു ലിമൻ ഹമിദ എന്നാണ് പറയേണ്ടത്. ഇനി റുക്കൂയിൽ ആ തക്ബീർ നമ്മൾ റുക്കൂയിലേക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ റുക്കൂ എത്തുന്നത് വരേക്കും ആ തക്ബീർ നീട്ടൽ പ്രത്യേകം സുന്നത്താണ്. അപ്പോൾ ഖിയാമിൽ നിന്ന് റുക്കൂയിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ. ഇനി ഇഅ്തിദാലിൽ നിന്ന് സുജൂദിലേക്ക് പോകുമ്പോൾ, കാരണം ഇഅ്തിദാലിൽ നിന്ന് സുജൂദിലേക്ക് എത്തുമ്പോഴേക്കും കുറേ സമയം പിടിക്കും. അപ്പോൾ ആ തക്ബീറിനെ കുറച്ച് ദൈർഘ്യം കൊടുക്കണം. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് സുജൂദിൽ എത്തുന്നത് വരേക്കും നീളണം. എന്നപോലെ തന്നെ സുജൂദിൽ നിന്ന് നമ്മൾ 2-ാമത്തെ റക്അത്തിലേക്ക് എണീക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്നിട്ട് ആ ഒരു ഖിയാമിലേക്ക് എത്തുന്നത് വരേക്കും അത് നീട്ടണം. പ്രത്യേകിച്ചും ഇമാമാകുമ്പോൾ, കാരണം ഇമാമ് മഅ്മൂമിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ തക്ബീറിനനുസരിച്ചായിരിക്കും അവരുടെ ആ ഒരു നീക്കുപോക്കുകൾ ഇങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇഅ്തിദാലിൽ നിന്ന് സുജൂദിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ സുജൂദിൽ നിന്ന് വീണ്ടും ഖിയാമിലേക്ക് വരുമ്പോഴൊക്കെ ഈ അടുത്ത റുക്കിന് എത്തുന്നത് വരേക്കും ആ തക്ബീറിനെ നീട്ടിക്കൊണ്ടുപോകൽ പ്രത്യേകം സുന്നത്താകുന്നു. എന്ന് മാത്രമല്ല, ഇമാമിന് ഈ തക്ബീറുകൾ ഉറക്കെ ചൊല്ലൽ എന്ന പ്രത്യേകം സുന്നത്തുണ്ട്. അതേപോലെ ഇമാമിൻ്റെ ശബ്ദം കുറേ ബാക്കിലുള്ള ആളുകൾക്ക് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പള്ളിയുടെ 2-ാം തട്ടിലുള്ള ആളുകൾക്ക് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, കേൾക്കുന്ന ഒരാൾക്ക് അത് മുബല്ലിഗായിട്ട്, മുബല്ലിഗ് എന്ന് പറയാം, കേൾക്കുന്ന ഒരാൾക്ക് അത് ഉറക്കത്തിൽ പറഞ്ഞു കൊടുക്കാവുന്നതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഫാത്തിഹ അത് ഉറക്കം ഓതേണ്ട ആവശ്യമില്ല. ഇന്തിഖാലാത്തുകൾ നമ്മൾ പോക്കുവരവുകൾ, റുക്കൂയിലേക്കും സുജൂദിലേക്കും ജുലൂസിലേക്കും പോക്കുവരവുകൾ, അത് ഇമാമിൻ്റെ ഈ തക്ബീറുകൾ എല്ലാ മഅ്മൂമികളും കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കേൾക്കുന്ന മഅ്മൂമ് ശേഷമുള്ള ബാക്കിലുള്ള ആളുകൾക്ക് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് അവനക്ക് ഉറക്കെ പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അതിനാണ് മുബല്ലിഗ് എന്ന് പറയും. പക്ഷേ ഈ മുബല്ലിഗ് ആണെങ്കിലും അവൻ തക്ബീർ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഇമാമാണെങ്കിലും ഈ തക്ബീർ ചെല്ലുമ്പോൾ ഇത് ജനങ്ങൾക്ക് കേൾപ്പിച്ചു കൊടുക്കുക എന്ന് മാത്രം ഉദ്ദേശിക്കാൻ പാടില്ല. അങ്ങനെ ഉദ്ദേശിച്ചാൽ അവൻ നിസ്കാരം ബാത്തിലാകും. ഒന്നെങ്കിൽ ഇത് ദിക്റാണ് ഉദ്ദേശിക്കുക, അല്ലാഹു അക്ബർ അല്ലെങ്കിൽ അല്ലാഹു അക്ബർ സമി അല്ലാഹു ലിമൻ ഹമിദ, അതൊക്കെ ദിക്റാണ് എന്ന് ഉദ്ദേശിക്കുക. അല്ലെങ്കിൽ ഇത് ദിക്റാണ് പ്ലസ് ജനങ്ങൾക്ക് കേൾപ്പിച്ചു കൊടുക്കുക, രണ്ടും കൂടി ഉദ്ദേശിക്കുക. വെറും ജനങ്ങൾക്ക് കേൾപ്പിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശപ്രകാരം മാത്രം ഇമാമോ അല്ലെങ്കിൽ മുബല്ലിഗോ അങ്ങനെയാണ് അവൻ തക്ബീർ ചെല്ലുന്നത് എന്നുണ്ടെങ്കിൽ അവൻ നിസ്കാരം ബാത്തിലാകും. കാരണം നമ്മൾ പറഞ്ഞു, നിസ്കാരത്തിൽ എന്നുള്ളത് അള്ളാഹുവിനോടുള്ള മുനാജാത്താണ്. അള്ളാഹുവിനോടുള്ള മുനാജാത്ത് എന്നുള്ളത് ദിക്ർ എന്നോ അല്ലെങ്കിൽ ആ ദിക്റിനോട് കൂടെ തന്നെ ജനങ്ങൾക്ക് കേൾപ്പിച്ചു കൊടുക്കുക എന്നുകൂടി ഉദ്ദേശിച്ചാലും കുഴപ്പമില്ല. വെറും ജനങ്ങൾക്ക് കേൾപ്പിച്ചു കൊടുക്കുക എന്ന് മാത്രം ഉദ്ദേശിച്ചാൽ നിസ്കാരം ബാത്തിലാകും എന്നുള്ളതാണ്. ഇനി മഅ്മൂമിങ്ങൾക്കൊക്കെ കേൾക്കുന്നുണ്ടെന്നൊക്കെ, ഇമാമിൻ്റെ ശബ്ദം മഅ്മൂമിങ്ങൾക്ക് കേൾക്കുന്നുണ്ട്, എന്നിട്ടും പിന്നെ ഒരു മുബല്ലിഗ് വെറുതെ അനാവശ്യമായിട്ട് മുബല്ലിഗ് നിൽക്കൽ അത് കറാഹത്താകുന്നു അല്ലെങ്കിൽ അത് ബിദ്അത്താകുന്നു എന്നൊക്കെ കിതാബിൽ കാണാം. അതേപോലെ തക്ബീറുകൾ നമ്മൾ പറഞ്ഞു, അത് ഉറക്കെ ഉച്ചരിക്കൽ, ഇന്തിഖാലാത്തിൻ്റെ തക്ബീറുകൾ ഉറക്കെ ഉച്ചരിക്കൽ ഇമാമിന് മാത്രമേ അത് സുന്നത്തുള്ളൂ. മഅ്മൂമിനോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനോ അത് സുന്നത്തായിട്ടില്ല. അപ്പോൾ ഏതായാലും നിസ്കാരത്തിൻ്റെ 4 റുക്കുനുകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് നിയ്യത്ത് നമ്മൾ പറഞ്ഞു, അതേപോലെ തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞു, ഖിയാമുൽ ഖാദിർ പറഞ്ഞു, പിന്നെ ഖിറാഅത്തു ഫാത്തിഹ അതും നമ്മൾ പറഞ്ഞു. 5-ാമത്തേതാണ് ഇനി പറയാനുള്ളത്. 5-ാമത്തേത് റുക്കൂ ചെയ്യലാകുന്നത്. മിൻഹിനാഇൻ ബിഹൈസു തനാനു റാഹത്താഹു റുക്ബതൈഹി, അവൻ്റെ 2 ഉള്ളം കൈകൾ, റാഹത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ വിരലിൻ്റെ പുറത്തുള്ള ഈ ഭാഗത്തിനാണ് റാഹത്ത് എന്ന് പറയുക, എന്നാണ് ഉള്ളം കൈ. ഇത് അവൻ്റെ മുട്ടിലേക്ക്, കുനിയുമ്പോൾ മുട്ടിലേക്ക് എത്തുന്നത് വരേക്കും അവൻ കുനിയുക, അതാണ് അഖല്ല് റുക്കൂ. റുക്കൂവിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം എന്ന് പറയുന്നതാണ്.
ഈ ഈ കൈയിൻ്റെ വെള്ള ഭാഗം മുട്ടിലേക്ക് എത്തുന്നത് വരേക്കും അവൻ കുനിയുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും എന്തിനത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗം നമ്മൾ പറഞ്ഞു, നമ്മൾ ഈ വിരലിൻ്റെ ഈ ഒരു കൈയിൻ്റെ ഈ ഭാഗം എന്ന് പറഞ്ഞത്, നേരെ മറിച്ച് വിരലിൻ്റെ അറ്റം അത് മുട്ടുവരേക്ക് എത്തിയാൽ പോരാ, അത്രത്തോളം കുനിഞ്ഞാൽ പോരാ, ഈ ഭാഗം എത്തുന്നതുവരേക്കും കുനിയണം എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും മിനിമം രൂപം റുക്കൂഇൻ്റെ. എന്നാൽ ഇനി എന്തെങ്കിലും അതിൽ കുറേ സുന്നത്തുള്ള കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട സുന്നത്താണ് തസ്ബീഹത്തുൽ ളുഹ്രി മുഅ്നഖ്. അവൻ്റെ മുതുകും അതേപോലെ തന്നെ പെരടിയും ഒക്കെ എന്തിനത് ഒരേപോലെയാക്കുക, നേരെ എന്നാൽ ഒരു പലക വെച്ചാലുണ്ടാവണം, അതേപോലെ ഇങ്ങനെ നേരെ ഇങ്ങനെ എന്ത് ചെയ്യാം ആവണം. അപ്പോൾ അത് തലങ്ങൾ പൊന്തിച്ചിട്ടോ അല്ലെങ്കിൽ തലപറ്റ താഴ്ത്തിയിട്ടോ ആവരുത്, നേരെ ഇങ്ങനെ ആവുക. അതാണ് പ്രത്യേകം സുന്നത്തുള്ളത്. അതേപോലെ അവൻ്റെ മുട്ട് രണ്ടും പിടിക്കൽ സുന്നത്താണ്. നമ്മൾ പറഞ്ഞു റുക്കൂഇൻ്റെ ഏറ്റവും മിനിമം രൂപത്തിലെങ്കിൽ ആ മുട്ടിൻ്റെ അതുവരേക്ക് എത്തുന്നവരെ കുഞ്ഞാൽ മതി, പിടിക്കലൊക്കെ സുന്നത്തുള്ളൂ. എന്നാൽ പിടിക്കൽ അത് സുന്നത്താണ്. പിടിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നത്, രണ്ട് കൈ കൊണ്ട് പിടിക്കുക. അതിങ്ങനെ വളരെ കൂട്ടിപ്പിടിച്ചിട്ടോ അല്ല, വളരെ വിടർത്തിയിട്ടുമല്ല, ഒരു മിതമായ രൂപത്തിൽ ഇങ്ങനെ വെച്ചിട്ടാണ് പിടിക്കേണ്ടത് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ റുക്കൂഇൽ സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി എന്നുള്ളത് 3 പ്രാവശ്യം ഓതുക എന്നുള്ളതാണ്. ഇനി ഏറ്റവും ചുരുങ്ങിയ തസ്ബീഹിൻ്റെ ഏറ്റവും ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി എന്ന് ചൊല്ലുക എന്നുള്ളതാണ്. ഇനി അതും സമയമില്ല സുബ്ഹാനല്ലാഹ് എന്നെങ്കിലും ചൊല്ലുക, അതാണ് ഏറ്റവും ചുരുങ്ങിയത്. മാക്സിമം 11 പ്രാവശ്യം വരെ ചെല്ലാവുന്നതാണ് റുക്കൂഇൽ ഈ ദിക്ർ ചെല്ലാവുന്നതാണ്. അതേപോലെ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനോ അല്ലെങ്കിൽ ഒരു പ്രത്യേകം ആളുകളുടെ ഇമാമ് എന്ന് പറഞ്ഞാൽ അവരെത്ര നീട്ടിക്കൊണ്ടുപോയാലും പ്രശ്നമില്ലാത്ത ഒരു ടീമുണ്ട്, ആ ടീമിൻ്റെ ഇമാമ് ഞാൻ പറഞ്ഞു ടൗണിലെ പള്ളിയിലോ പറ്റൂല, അല്ലെങ്കിൽ വേറെ യാത്രക്കാരൊക്കെ വരാൻ സാധ്യതയുള്ള പള്ളിയിലാണെങ്കിൽ പറ്റൂല, അല്ല ആരും പുറത്തുനിന്ന് ആരും വരാൻ സാധ്യതയില്ലാത്ത, എന്നാൽ മഹ്മൂമിങ്ങൾക്കൊക്കെ എത്ര നീട്ടിക്കൊണ്ടുപോയാലും തൃപ്തരാണ് അങ്ങനത്തെ ഒരു ഇമാമ്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണ്, വേറെ ആരും ചോദിക്കാനും വരാനില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആളുകളൊക്കെ ഈ ദിക്റിനോട് പുറമെ അവൻ എന്ത് ചെയ്യുന്നത് അധികരിപ്പിക്കേണ്ട ഒരു ദിക്റാണ് പറയാൻ പോകുന്നത്. അല്ലാഹുമ്മ ലക റകഅതു വബിക ആമൻതു വലക അസ്ലംതു ഖശഅ ലക സമഇ വബസരി വമഖി വമുഖി വഅദമി വഅസബി വശഅരി വബസരി വബശരി വമസ്തഖല്ലത് ബിഹി ഖദമി ലില്ലാഹി റബ്ബിൽ ആലമീൻ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്ന ദിക്ർ. അപ്പോൾ അല്ലാഹുമ്മ ലക റകഅതു, അല്ലാഹുവേ നിനക്ക് വേണ്ടി ഞാൻ റുക്കൂ ചെയ്തു, വബിക ആമൻതു, അല്ലാഹുവേ നിന്നിൽ ഞാൻ വിശ്വസിച്ചു, വലക അസ്ലംതു, അല്ലാഹുവേ നിന്നിൽ ഞാൻ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിന്നിൽ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു, ഖശഅ ലക നിനക്ക് വേണ്ടിയിട്ട് ഖുശൂ ഉണ്ടായിട്ടുണ്ട്, എന്നാണ് പേടിച്ചിട്ടുണ്ട്, ഭക്തി ഉണ്ടായിട്ടുണ്ട്, സമഇ എൻ്റെ കാതുകൾക്കും, ബസരി എൻ്റെ കണ്ണുകൾക്കും, മുഖി മുഖറൻ എൻ്റെ മജ്ജകൾക്കും, വഅദമി എൻ്റെ എല്ലുകൾക്കും, വഅസബി സുബ്ഹാന എൻ്റെ നരമ്പുകൾക്കും, വശഅരി എൻ്റെ മുടിക്കും, വബശരി എൻ്റെ തൊലിക്കും. അപ്പോൾ ഇതിലൊക്കെ എന്തുണ്ടായിട്ട് ഖുശൂ ഭയഭക്തി ഉണ്ടായിട്ടുണ്ട് അല്ലാഹുവേ. വമസ്തഖല്ലത് ബിഹി ഖദമി എൻ്റെ ഈ കാൽപാദത്തിൻ്റെ മുകളിലുള്ള എല്ലാതും, അത് ആ കാൽപാദത്തിൽ നിലനിൽക്കുന്ന എല്ലാത്തിനും അല്ലാഹുവേ ഖുശൂ ഉണ്ടായിട്ടുണ്ട്. ലില്ലാഹി റബ്ബിൽ ആലമീൻ, ആരോട് അല്ലാഹുവിനോട് എന്തിനത് ഖുശൂ ഉണ്ടായിട്ടുണ്ട്, റബ്ബിൽ ആലമീനായ അല്ലാഹുവിനോടുള്ള ഒരു പേടി ഉണ്ടായിട്ടുണ്ട്. പിന്നെ സുബ്ഹാനക അല്ലാഹുമ്മ, അല്ലാഹുവേ നിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, വബിഹംദിക ഹംദ് ചെയ്യുന്നതോടുകൂടെ അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണമേ എന്ന ഈ ദിക്റും കൂടി ആഡ് ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്നുള്ളതാണ്. ഇനി ഈ ദിക്റുണ്ട്, അതുപോലെ തന്നെ തസ്ബീഹുണ്ട്. അതിന് ഏതെങ്കിലും ഒന്ന് ചെല്ലാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തസ്ബീഹ് ചെല്ലാണ് ഏറ്റവും അഫ്ദൽ എന്നുള്ളതാണ്. പിന്നെ 3 തസ്ബീഹ് ചെല്ലുകയും പിന്നെ ഈ ദിക്ർ ചെല്ലലാണ് 11 തസ്ബീഹ് ചെല്ലിനെക്കാളും നല്ലത്. കാരണം ഇവനക്ക് ഒന്നെങ്കിൽ 11 തസ്ബീഹ് ചെല്ലുക, അല്ലെങ്കിൽ ഈ 3 ദിക്റും അല്ല ഈ തസ്ബീഹ് 3 പ്രാവശ്യവും പിന്നെ ഈ ദിക്റും ചെല്ലുക. ഏറ്റവും നല്ലത് ഏതാണെന്ന് ചോദിച്ചാൽ തസ്ബീഹ് 3 പ്രാവശ്യവും ഈ ദിക്റും ചെല്ലലാകുന്നു. അപ്പോൾ തസ്ബീഹ് 3 ചെല്ലുക, പിന്നെ ഈ ദിക്റും ചെല്ലുക, അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം 11 പ്രാവശ്യം തസ്ബീഹ് ചെല്ലുക എന്നുള്ളതാണ്. ഏതായാലും ഇനി അക്കൽ റുക്കൂ നമ്മൾ പറഞ്ഞു, ജസ്റ്റ് ഇങ്ങനെ കുനിയ, ഈ ഒരു ഈ റാഹത്ത് എന്തിനത് മുട്ടിൻ്റെ അത് വരെ എത്തുന്നവരേക്കും ജസ്റ്റ് കുനിയ, അതാണ് അക്കൽ റുക്കൂ. മുട്ടുമണി പിടിക്കുകയോ അല്ലെങ്കിൽ ദിക്ർ ചെല്ലുകയോ അതൊന്നുമില്ലാതെ അങ്ങനെ ചെയ്യൽ എന്താണ് കറാഹത്താവുന്നു. അങ്ങനെ അക്കൽ റുക്കൂ ചെയ്യൽ കറാഹത്താവുന്നു. അതേപോലെ തന്നെ തല താഴ്ത്തിനോർത്ത് നമ്മൾ പറഞ്ഞു ഈ പെരടിയും അതുപോലെ തന്നെ അവൻ്റെ ഈ മുതുകും ഒരേപോലെ ആവണം, നേരെ ആവണം എന്ന് പറഞ്ഞിരുന്നു. ആ നേരെ ആവാതെ തല ഇങ്ങനെ മറ്റു താഴ്ത്തിയിട്ട് റുക്കൂ ചെയ്യുക, അതും കറാഹത്താവുന്നു എന്ന് കാണാം. അതേപോലെ പുരുഷന്മാർ റുക്കൂയിലേക്ക് പോകുമ്പോൾ അവർ കൈ ഇങ്ങനെ വിടർത്തിയിട്ടാണ് വെക്കേണ്ടത്. റുക്കൂയിലേക്ക് പോകുമ്പോൾ കൈ ഇങ്ങനെ ഒട്ടി വെച്ചിട്ടല്ല, അങ്ങനെ കുറച്ച് വിടർത്തിയിട്ടാണ് വെക്കേണ്ടത്. അതേപോലെ റുക്കൂയിലും സുജൂദിലൊക്കെ അങ്ങനെ തന്നെ. അതേപോലെ അവൻ്റെ വയറും അതേപോലെ അവൻ്റെ തുടയും അത് തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും, ഒന്ന് വിട്ട് വെക്കേണ്ടത്.
എന്നാൽ സ്ത്രീകളാണെങ്കിലോ അത് അടുപ്പിച്ചാണ് വെക്കേണ്ടത്, അടുപ്പിച്ച് വെക്കേണ്ടതാകുന്നു. അതിൽ ധാരാളം ഹിക്മത്തുകളൊക്കെ ഉണ്ട്. ഫിഖിൻ്റെ ബാബുകളൊക്കെ ചർച്ച ചെയ്യുന്ന ധാരാളം ഹിക്മത്തുകളൊക്കെ ഉണ്ട്. പുരുഷൻ അവനൊരു ശക്തിയുള്ള കൂവത്തുള്ള ഒരാളാണ്, സ്ത്രീ എന്ന് പറഞ്ഞാൽ വാത്സല്യമുള്ള ഒരു പെണ്ണായിരിക്കും. അപ്പോൾ അതൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ആയിട്ട് പല ഹിക്മത്തുകളും അതിലുണ്ട്. ഏതായാലും പുരുഷന്മാരെന്ത് ചെയ്യുന്നത്, അവൻ്റെ കൈ വിടർത്തിയിട്ട് അവൻ്റെ വയറും അതുപോലെ തന്നെ തുടയുമൊക്കെ സ്പേസ് ഉണ്ടായിട്ടാണ് അവൻ റുക്കുവും സുജൂദൊക്കെ ചെയ്യേണ്ടത്. എന്നാൽ സ്ത്രീകളാണെങ്കിലോ ഒന്നുകൂടി അടുപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ റുക്കുവും സുജൂദൊക്കെ ചെയ്യേണ്ടത് എന്ന് കാണാം. ഇനി പ്രത്യേകം ശ്രദ്ധിക്കാണത്, റുക്കുവിലേക്ക് പോകുമ്പോൾ റുക്കുവിലേക്കാണ് എന്ന് പ്രത്യേകം ഉദ്ദേശിച്ചുകൊണ്ട് പോകണം. അല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, വേറെ എന്തെങ്കിലും ആവശ്യത്തിന് കുഞ്ഞിഞ്ഞു നമ്മളിങ്ങനെ എന്ത് ചെയ്യാം, തയ്യാമിന് ഫാത്തിഹ ഓതി സൂറത്തോതിന് ശേഷം കാലം ഇങ്ങനെ കൊതുക് കടിച്ചു, അപ്പോൾ ആ കൊതുകിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൊതുകിനെ അല്ലെങ്കിൽ ചൊറിഞ്ഞപ്പോൾ മാന്താൻ വേണ്ടിയിട്ട് അപ്പം ഏതായാലും കുഞ്ഞാൽ അത് റുക്കുവാക്കാം, അത് പറ്റില്ല. ഏതായാലും ഇത് കുഞ്ഞിഞ്ഞു അല്ലെങ്കിൽ അത് റുക്കുവാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കുന്ന അടിയിൽ പെട്ടെന്ന് പുറത്തുനിന്ന് ആരോ കുത്തിയപ്പോൾ നമ്മളന്ന് അറിയാതെ കുഞ്ഞിഞ്ഞു, ഏതായാലും കുഞ്ഞിന്നല്ലോ നീ റുക്കു ആക്കാം, അത് പറ്റില്ല. റുക്കുവിലേക്ക് പോകുമ്പോൾ തന്നെ ഇത് റുക്കുവിലേക്കാണ് എന്ന ഉദ്ദേശപ്രകാരം തന്നെ പോകണം. അങ്ങനെ അപ്രതീക്ഷിതമായി നമ്മൾ കുനിഞ്ഞാൽ വീണ്ടും നമ്മൾ ഖിയാമിലേക്ക് വന്നിട്ട് റുക്കുവിലേക്ക് എന്ന ഉദ്ദേശപ്രകാരം റുക്കുവിലേക്ക് പോകണം. എന്നാൽ മാത്രമേ അത് എന്ത് ചെയ്യുന്നതോ പരിഗണിക്കുകയുള്ളൂ. ഇനി ഒരാൾ സുജൂദിലെത്തിയ ശേഷം നമുക്ക് സംശയം, ഈ റുക്കു ചെയ്തോ ഇല്ലേ, ഈ റക്അത്തിൽ റുക്കു ചെയ്തോ ഇല്ലേ എന്ന് സംശയം വന്നാൽ അവൻ സുജൂദിൽ നിന്ന് നേരെ ഖിയാമിലേക്ക് പോകണം. ഖിയാമിലേക്ക് പോയിട്ട് അവൻ പിന്നെ റുക്കുവിലേക്ക് പോകണം, പിന്നെ എഴുത്തുതാൽ, പിന്നെ ഇങ്ങനെ സുജൂദ് അങ്ങനെ തന്നെ പോകണം. നേരെ മറിച്ച് സുജൂദിൽ നിന്ന് നേരെ റുക്കുവിലേക്ക് പറ്റില്ല. സുജൂദിൽ നിന്ന് ഒരാൾക്ക് സംശയം വന്നു, ഞാൻ ഈ റക്അത്തിൽ റുക്കു ചെയ്തിട്ടുണ്ടോ ഇല്ല എന്ന് സംശയം. അങ്ങനെയെങ്കിൽ ഓൻ നേരിട്ട് റുക്കുവിലേക്കല്ല പോകേണ്ടത്, അവൻ നേരെ ഖിയാമിലേക്ക് വരണം. എന്നിട്ട് അവൻ റുക്കു എന്ന ഉദ്ദേശപ്രകാരം റുക്കുവിലേക്ക് പോവുക, പിന്നെ എഴുത്തുതാൽ, പിന്നെ സുജൂദിലേക്ക്. അല്ലാതെ നേരെ റുക്കുവിലേക്കല്ല വരേണ്ടത് എന്നർത്ഥം. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത്, അഞ്ചാമത്തെ നമ്മുടെ റുക്കു ചെയ്യുക എന്നുള്ളത്. ഇനി ആറാമത്തെ റുക്കിനാകുന്നു എഴുത്തുതാൽ എന്നുള്ളത്. എഴുത്തുതാൽ എന്നുള്ളത് അവൻ നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മടങ്ങുക, എന്നാൽ റുക്കുവിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് അവൻ മടങ്ങുന്നതിനാണ് എഴുത്തുതാൽ എന്ന് പറയുക. റുക്കുവിന് മുമ്പാണ് എണീറ്റ് നിസ്കരിക്കുകയാണെങ്കിൽ റുക്കുവിന് മുമ്പ് ഖിയാമിലായിരിക്കും. ഫാത്തിഹ ഓതിയ ആ ഒരു സന്ദർഭം അവൻ ഖിയാമിലാണ്. പിന്നെ റുക്കുവിലേക്ക് പോയാൽ എഴുത്തുതാൽ എന്ന് പറഞ്ഞാൽ വീണ്ടും ഖിയാമിലേക്ക് തന്നെ വരിക. അല്ല ഇരുന്ന് നിസ്കരിക്കുന്ന ഒരാളെന്നൊക്കെ അങ്ങനെയാണെങ്കിൽ റുക്കുവിന് വേണ്ടി അവൻ കുഴിഞ്ഞിട്ടുണ്ടാവും എങ്കിൽ അവൻ്റെ എഴുത്തുതാൽ എന്ന് പറഞ്ഞാൽ വീണ്ടും അവൻ ഈ ജുലൂസിലേക്ക് തന്നെ എന്നാൽ ഇരുത്തത്തിലേക്ക് തന്നെ വരിക. ഇതാണ് ചെയ്യുന്നത്, നിസ്കരിക്കുന്നവനാവട്ടെ ഇരുന്ന് നിസ്കരിക്കുന്നവനാവട്ടെ റുക്കുവിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു വരുന്നതിനാണ് എഴുത്തുതാൽ എന്ന് പറയുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ എന്ത് ചെയ്തു, സുജൂദിലോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത് ജുലൂസിലൊക്കെ സംശയം എഴുത്തുതാൽ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ. അങ്ങനെയെന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണം, നേരെ എഴുത്തുതാലിലേക്ക് വരണം എന്നുള്ളതാണ്. മഅ്മൂമാണെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടൊക്കെ അല്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ മൊത്തത്തിൽ നിസ്കാരത്തിൽ മഅ്മൂമാണെന്നുണ്ടെങ്കിൽ വിശദമായിട്ട് നമ്മൾ സ്വലാത്തുൽ ജമാഅത്ത് വരുന്നുണ്ട്, ജമാഅത്ത് നിസ്കാരം. ഏതായാലും മഅ്മൂമാണ് എന്നുണ്ടെങ്കിൽ അവൻ്റെ എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ അവൻ നേരിട്ട് മടങ്ങാൻ പാടില്ല. അവൻ ഇമാമിനോട് കൂടെ തന്നെ പോകലാണ്. പിന്നെ അവൻ ഏതെങ്കിലും റക്അത്തിൽ ഒരു റുക്കിന് ചെയ്തിട്ടുണ്ടോ ഇല്ലേ സംശയം വന്നാൽ അതിന് പകരമായി ഇമാം സലാം വീട്ടിന് ശേഷം അവനൊരു റക്അത്ത് മസ്ബൂക്കായിട്ട് നിസ്കരിക്കുകയാണ് വേണ്ടത്. ഒരു പക്ഷേ ഇമാമിനോട് കൂടെ അവൻ തുടക്കത്തിൽ തന്നെ ചേർന്നിട്ടുണ്ടാവും. പക്ഷേ നിസ്കാരത്തിൻ്റെ എവിടെയെങ്കിലും വെച്ച് അവൻ എന്ത് ചെയ്തു, ഏതെങ്കിലും റുക്കിന് പോയിട്ടുണ്ടോ ഇല്ല എന്നൊക്കെ സംശയം വന്നാൽ അവനക്ക് നേരെ ആ റുക്കിലേക്ക് പോകാൻ പറ്റില്ല, കാരണം ഇമാമിൻ്റെ കൂടെ പോകേണ്ട ഒരാളാണ്. അപ്പോൾ ഇമാം സലാം വീട്ടിന് ശേഷം അവൻ എന്ത് ചെയ്യുക, ഒരു റക്അത്തും കൂടി അവനെ എക്സ്ട്രാ കൊണ്ടുവരിക, മസ്ബൂക്ക് നിലക്ക് ഒരു റക്അത്തും കൂടി എക്സ്ട്രാ കൊണ്ടുവരാണ് വേണ്ടത്. അല്ല ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവനക്ക് റുക്കുവിൽ അല്ലെങ്കിൽ സുജൂദിൽ അവനക്ക് സംശയം വന്നു, എഴുത്തുതാൽ ചെയ്തിട്ടുണ്ടോ ഇല്ലേ, അവൻ നേരെ എഴുത്തുതാലിലേക്ക് വരിക. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക, അവൻ പിന്നെ സുജൂദിലേക്ക് പോവുക എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് സംശയം വരുന്ന മാർഗ്ഗങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. കാരണം നിസ്കാരത്തിൽ പലപ്പോഴും നമുക്ക് സംശയം വരും, സുജൂദിൽ എത്തിക്കഴിഞ്ഞാൽ റുക്കു ചെയ്തോ ഇല്ലേ അല്ലെങ്കിൽ എഴുത്തുതാൽ ചെയ്തോ ഇല്ലേ എന്നൊക്കെ സംശയം വരും. അങ്ങനെ സംശയം വരുമ്പോൾ എന്ത് ചെയ്യണം, പ്രത്യേകിച്ച് മഅ്മൂമിങ്ങൾക്ക് സംശയം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അതേ പറഞ്ഞ മഅ്മൂമാണെന്നുണ്ടെങ്കിൽ അവൻക്ക് അപ്പൊന്നും ചെയ്യാനില്ല, ഇമാം സലാം വീട്ടിന് ശേഷം റക്അത്ത് കൊണ്ടുവരാൻ വേണ്ടത്. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനാണെങ്കിലോ നേരെ ആ റുക്കിലേക്ക് മടങ്ങുക. എന്നിട്ട് നമ്മൾ റുക്കു ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഖിയാമിലേക്ക് മടങ്ങി റുക്കുവിലേക്ക് പോവുക, എഴുത്തുതാൽ സുജൂദിന് പോവുക. എഴുത്തുതാലാണ് നമുക്ക് എന്ത് ചെയ്ത് മറന്നത് അല്ലെങ്കിൽ നമുക്ക് സംശയം എന്നുണ്ടെങ്കിൽ നേരെ എഴുത്തുതാലിലേക്ക് വരിക, സുജൂദ് ജുലൂസ് അങ്ങനെ പോവാം. ഇനി അവൻ്റെ ഈ എഴുത്തുതാലിൽ അവനിങ്ങനെ ഉയരുമ്പോൾ അവൻ ചെല്ലേണ്ടത് സമി അല്ലാഹു ലിമൻ ഹമിദ എന്നാണ് ചെല്ലേണ്ടത്. സമി അല്ലാഹു ലിമൻ ഹമിദ എന്നാണ് ചെല്ലേണ്ടത്. ഐ തഖബ്ബലല്ലാഹു മിൻഹു ഹംദഹു എന്നർത്ഥം. അള്ളാഹു അദ്ദേഹത്തിൽ നിന്ന് ഹംദിനെ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് അതിനർത്ഥം. സമി അല്ലാഹു, അള്ളാഹു കേട്ടിരിക്കുന്നു, ലിമൻ ഹമിദ, അള്ളാഹുവിനെ സ്തുതിച്ച ഒരാളെ അള്ളാഹു കേട്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതെന്താണെന്ന് വെച്ചാൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും ഇങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്ത്
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു. അപ്പോൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും റുക്കുയിലാണ്, ഇമാമും മഅ്മൂമും റുക്കുയിലാകുന്നു. പെട്ടെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് എന്ത് ചെയ്തു? ഇത് കണ്ടപ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. കാരണം എനിക്ക് ഈ റക്അത്ത് കിട്ടിയല്ലോ, നബി തങ്ങളോട് കൂടെ ഈ റക്അത്ത് കിട്ടിയല്ലോ. എന്നാൽ അവരൊക്കെ മസ്ബൂക്കാവാതെ എന്ത് ജമാഅത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കൂടാൻ താല്പര്യപ്പെടുന്നവരാണ്. ഏതായാലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറച്ച് വൈകി എത്തിയപ്പോഴേക്കും ഖിയാമ് കഴിഞ്ഞ് റുക്കുയിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും എന്ത് ചെയ്തു? ഈ റക്അത്ത് എനിക്ക് കിട്ടിയല്ലോ എന്ന രീതിയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ആ റുക്കുയിൽ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഇറങ്ങുകയും നബി തങ്ങളോട് പറയുകയും ചെയ്തു, ഇനി മുതൽ റുക്കുയിൽ നിന്ന് ഉയരുമ്പോൾ സമി അല്ലാഹു ലിമൻ ഹമിദ എന്നാണ് ചൊല്ലേണ്ടത്. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞത് അല്ലാഹുവിനെ സ്തുതിച്ചത് അല്ലാഹു കേട്ടിരിക്കുന്നു എന്നർത്ഥത്തിൽ സമി അല്ലാഹു ലിമൻ ഹമിദ എന്നാണ് പിന്നീട് അങ്ങോട്ട് നമ്മൾ എഴുത്തുദാലിലേക്ക് വരുമ്പോൾ ചൊല്ലുന്നത്. ഇനി നേരായതിനു ശേഷം എഴുത്തുദാൽ എത്തിയതിനു ശേഷം അവൻ ചൊല്ലേണ്ടതാണ് റബ്ബനാ ലക്കൽ ഹംദ് മിൽഅ സമാവാതി വമിൽഅൽ അർളി വമിൽഅ മാ ശിഅത മിൻ ഷൈഇൻ ബഅദു. റബ്ബനാ ലക്കൽ ഹംദ്, അല്ലാഹുവേ നിനക്കാണ് സ്തുതി. മിൽഅ സമാവാതി, ആകാശം നിറയെയും, വമിൽഅൽ അർളി, ഭൂമി നിറയെയും ഹംദ് അല്ലാഹുവേ നിനക്കാകുന്നു. വമിൽഅ മാ ശിഅത മിൻ ഷൈഇൻ ബഅദു, ഈ ആകാശഭൂമികൾക്കപ്പുറം നീ എന്തൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നീ എന്തൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടോ, നിന്റെ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അത് നിറയെയും നിനക്കാണ് ഹംദ് എന്ന്. അപ്പോൾ ആകാശഭൂമികൾക്കപ്പുറം അള്ളാഹു കുർസിയെ, അതേപോലെ അർശ്, അങ്ങനെയൊക്കെ എന്ത് ചെയ്യാൻ പലതും അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. സ്വർഗ്ഗം നരകം ഒക്കെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തായാലും അള്ളാഹു ഈ ആകാശഭൂമികൾക്കപ്പുറം സൃഷ്ടിച്ച എല്ലാത്തിനും നിറച്ചും ഹംദ് അള്ളാഹുവിനാകുന്നു എന്നാണ് ആ ഒരു ദിക്റിൻ്റെ അർത്ഥം. നേരത്തെ പറഞ്ഞ ടീം ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനോ അല്ലെങ്കിൽ ഇമാം ഖൗം മഹ്സൂരിനോ അവർ ഇതിന് പുറമെ അവരെ അധികരിപ്പിക്കേണ്ട, അയാൾ ചെയ്യേണ്ട ദിക്റാകുന്നു അഹ്ല സനാഇ വൽ മജ്ദ്. അഹഖു മാ ഖാല അബ്ദു വകുല്ലുനാ ലക അബ്ദുൻ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതി ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അഹ്ല സനാഇ വൽ മജ്ദ് മഹത്വത്തിൻ്റെയും പിന്നെ മഹത്വത്തിൻ്റെയും അതേപോലെ സനാ എന്ന് പറഞ്ഞാൽ മദ്ഹിൻ്റെയും പ്രകീർത്തനത്തിൻ്റെയും ആളെ അള്ളാഹുവിനെ വിളിക്കുകയാണ്. പ്രകീർത്തനത്തിൻ്റെയും പിന്നെ മഹത്വത്തിൻ്റെയും ആളെ ഉടയവനെ അള്ളാഹുവെ. അഹഖു മാ ഖാൽ അബ്ദു, ഒരു അടിമ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും സത്യമായ വാക്ക്. വകുല്ലുനാ ലക അബ്ദുൻ, വകുല്ലുനാ ലക അബ്ദുൻ, അള്ളാഹു ഞങ്ങളെല്ലാവരും നിൻ്റെ അടിമയാണ്. അങ്ങനെ ഒരു അടിമ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും സത്യമായ വാക്ക് ഏതാകുന്നു? ലാ മാനിഅ ലിമാ അഅതൈത, അള്ളാഹുവെ നീ നൽകിയതിന് തടുക്കാൻ ഒരാളുമില്ല. വലാ മുഅതി ലിമാ മനഅത, നീ തടുത്ത ഒന്നിനെ തരാൻ ഒരാളുമില്ല. അപ്പം നീ ഒരാൾക്ക് ഇനി തരണം എന്ന് വിചാരിച്ചാൽ അതിനെ തടുക്കാൻ ലോകത്ത് ആരുമില്ല. ഇനി ഒരാൾക്ക് തരണ്ട, ഇനി ഇയാൾക്ക് ഇത് കിട്ടണ്ട എന്ന് അള്ളാഹുവെ നീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ലോകത്തെല്ലാവരും വന്നാലും എന്തില്ല, കിട്ടാൻ പോണില്ല. വലാ മുഅതി ലിമാ മനഅത, അള്ളാഹുവെ നീ തടഞ്ഞു വെച്ച ഒന്ന് അത് തരാൻ ഒരാളുമില്ല. വലാ യൻഫഉ ദൽ ജദ്ദി, സമ്പത്ത് ഉടയാൻ നമ്മൾ സമ്പത്ത് ഉള്ള ഒരാളെന്നില്ല, അയാൾക്ക് ഉപകാരപ്പെടുകയില്ല. മിൻകൽ ജദ്ദു, അള്ളാഹുവെ നിൻ്റെ അടുത്ത് സമ്പത്ത് ഉപകാരപ്പെടുകയില്ല. അപ്പോൾ ധാരാളം സമ്പത്തുള്ള ഒരാൾ അയാൾക്ക് നിൻ്റെ അടുത്ത് സമ്പത്ത് ഉപകാരപ്പെടുകയില്ല എന്നാണ്. വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്, അള്ളാഹുവെ നിൻ്റെ അടുത്ത് ആ സമ്പത്ത് ഉപകാരപ്പെടുകയില്ല എന്നുള്ളതാണ്. ജദ്ദ് എന്ന് പറഞ്ഞാൽ സമ്പത്ത് എന്നർത്ഥമുണ്ട്. നമ്മൾ മദ്രസയിലൊക്കെ വല്ലിപ്പ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്നാലും അതേപോലെ ജദ്ദ് എന്ന് പറഞ്ഞാൽ സമ്പത്ത് എന്നർത്ഥമുണ്ട്. അപ്പോൾ സമ്പത്തുള്ള ഒരാൾക്ക് അള്ളാഹുവെ നിൻ്റെ അടുത്ത് ആ സമ്പത്ത് ഒരു ഉപകാരവും ചെയ്യുകയില്ല എന്നുള്ളതാണ്. ഇനി അപ്പോൾ എഴുത്തുദാലിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി എഴുത്തുദാലിൽ തന്നെ വരുന്നതാണ് ഖുനൂത്ത് എന്നുള്ളത്. എന്നാൽ സുബ്ഹി നിസ്കാരത്തിൽ എന്തിനത് ആ രണ്ടാമത്തെ റക്അത്തിലെ എഴുത്തുദാലിൽ ഖുനൂത്ത് അതിൽ പ്രത്യേകം സുന്നത്താകുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, എഴുത്തുദാലിലെ ദിക്റുണ്ട് റബ്ബനാ ലക്കൽ ഹംദു മിനസ് സമാവാതി വൽ അർളി വമാ ശിഅത മിൻ ഷൈഇൻ ബഅദു എന്ന ദിക്ർ. ആ ദിക്റിന് ശേഷമാണ് ഖുനൂത്ത് ഓതേണ്ടത്. പലരും സുബ്ഹിക്ക് രണ്ടാമത്തെ റക്അത്തിൽ എഴുത്തുദാലിലേക്ക് എണീക്കുമ്പോഴേക്കും അല്ലാഹുമ്മ ഇഹ്ദിന അല്ല, ആ ദിക്ർ ചൊല്ലിയതിന് ശേഷമാണ് ഖുനൂത്ത് ഓതേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ സുബ്ഹി നിസ്കാരത്തിലെ രണ്ടാമത്തെ റക്അത്തിലാണ് ഖുനൂത്തുള്ളത്. അതേപോലെ റമദാനിലെ അവസാനത്തെ പകുതി എന്ന് പറഞ്ഞാൽ 15-ന് ശേഷമുള്ള പകുതിയിലെ 15-16 മുതലുള്ള രാത്രിയിലെ വിത്ർ നിസ്കാരത്തിൻ്റെ അവസാനത്തെ റക്അത്തിലെ എഴുത്തുദാലിലും ഇങ്ങനെ ഖുനൂത്ത് ഓതൽ പ്രത്യേകം സുന്നത്താണ്. അതേപോലെ നാസിലത്തിൻ്റെ ഖുനൂത്ത് എന്ന് പറയും. അത് 5 വക്ത് നിസ്കാരങ്ങളിലാണ് നാസിലത്തിൻ്റെ ഖുനൂത്ത് ഓതേണ്ടത്. നാസിലത്തിൻ്റെ ഖുനൂത്ത് ഓതേണ്ടത് 5 വക്ത് നിസ്കാരങ്ങളിലാണ്.
അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ കുനൂത്തൊക്കെ അവസാനത്തെ റക്അത്തിലാണ് ഓതേണ്ടത്. ഇനി മസ്ബൂക്ക് ആണെങ്കിലും ആ മസ്ബൂക്കിന് അവസാനത്തെ റക്അത്തിൽ ഉണ്ടാവും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സുബഹി നിസ്കാരത്തിനാണ് നമ്മൾ മസ്ബൂക്കായത്. അപ്പോൾ ഇമാമിൻ്റെ രണ്ടാമത്തെ റക്അത്ത് നമ്മുടെ ഒന്നാമത്തെ റക്അത്തായിരിക്കും മസ്ബൂക്കായതാണ്. അപ്പോൾ നമ്മൾ എന്ത് ഒന്നാമത്തെ റക്അത്തിൽ കുനൂത്ത് ഓതി, പിന്നെ ഞാൻ രണ്ടാമത്തെ റക്അത്തിന് വേണ്ടി ഞാൻ ഒറ്റയ്ക്ക് നിസ്കരിക്കും. എന്നാൽ ഇമാം സലാം വീട്ടിന് ശേഷം പിന്നെ ഒരു റക്അത്ത് ഞാൻ നിസ്കരിക്കും. എൻ്റെ രണ്ടാമത്തെ റക്അത്താണ് എങ്കിൽ ആ രണ്ടാമത്തെ റക്അത്തിനും ഈ കുനൂത്ത് ഓതൽ പ്രത്യേകം സുന്നത്താകുന്നു എന്നുള്ളതാണ്. ഏതായാലും അപ്പോൾ നമ്മൾ പറഞ്ഞു, ഒന്ന് സുബഹിയിലെ കുനൂത്ത്, അതേപോലെ വിത്റിലെ കുനൂത്ത്, അതേപോലെ നാസിലത്തിൻ്റെ കുനൂത്ത് പറയും. എല്ലാ ഫർദ് നിസ്കാരങ്ങളുടെയും അവസാനത്തെ റക്അത്തിലെ എഴുത്തിദാലിൽ നാസിലത്തിൻ്റെ കുനൂത്ത് ഓതും എന്നുള്ളതാണ്. നാസിലത്തിൻ്റെ കുനൂത്ത് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടോ വല്ല മുസീബത്തോ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നീങ്ങിപ്പോവാനുള്ള കുനൂത്താണ് നാസിലത്തിൻ്റെ കുനൂത്ത് എന്ന് പറഞ്ഞാൽ. മുസ്ലിമീങ്ങൾക്ക് എല്ലാം ബാധിച്ചിട്ടില്ല, പക്ഷേ മുസ്ലിമീങ്ങൾക്ക് ബാധിക്കുന്ന ഒരാളെ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു ആലിമിനെ, അല്ലെങ്കിൽ ഒരു എന്തിനത് ആ നാട്ടിലെ രാജാവായ അല്ലെങ്കിൽ ധീരനായ ഒരാളെ അയാൾക്കെന്തോ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അയാളെന്തോ ആരെ പിടിച്ചുകൊണ്ടിട്ടുണ്ട്, ഇത്തരം സന്ദർഭത്തിലൊക്കെ വേണമെങ്കിൽ നാസിലത്തിൻ്റെ കുനൂത്ത് ഓതാവുന്നതാണ്. അപ്പോൾ പേടിയുണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്താണ് നാസിലത്തിൻ്റെ കുനൂത്ത് ഓതുക. അതിന് മുസ്ലിമായ ശത്രുവിൽ നിന്നാണ് നിൽക്കുക. മുസ്ലിമായ ഒരു ശത്രു ഉണ്ട് നമുക്ക്, ആ ശത്രു നമ്മൾ ആക്രമിക്കുന്നുണ്ട് എന്ന പേടി കാരണത്താലാണ് നമ്മൾ നാസിലത്തിൻ്റെ കുനൂത്ത് ഓതാവുന്നതാണ് എന്നുള്ളതാണ്. ഇനി കുനൂത്ത് സമയത്ത് നമ്മളെ കൈകൾ ഇങ്ങനെ ഉയർത്തിയിട്ടായിരിക്കണം നമ്മൾ ദുആ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ചുമലിനല്ല, ആ ചുമലിനോട് നേരെ കൈ ഉയർത്തിയിട്ടാണ് വേണ്ടത് എന്നുള്ളതാണ്. കൈ ഉയർത്തിയിട്ട് ഇനി ഇതിൽ പുറത്ത് പറയുന്നില്ല, എന്നാലും മറ്റു കിതാബുകളിലൊക്കെ കാണാം കൈ ഇങ്ങനെ പിടിക്കുന്നതാണ് എന്തെയ്യുന്നത്, ഇതിനെ കൂട്ടിപ്പിടിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ കാണാം. അങ്ങനെ എന്തെങ്കിലും അതിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, എന്നാൽ ഏറ്റവും നല്ലത് ഇങ്ങനെ കൂട്ടിപ്പിടിക്കുന്നതാണ് എന്ന് കാണാം. ഇനി നമ്മൾ പറഞ്ഞു, നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അല്ലാഹു മുഹ്ദിനി ഫീമൻ ഹദൈത്ത്, അല്ലെങ്കിൽ അല്ലാഹു മുഹ്ദിന ഫീമൻ ഹദൈത്ത്, അല്ലാഹുവെ ഞങ്ങൾ ഹിദായത്തിലാക്കണേ എന്ന് ചോദിക്കണം. നമ്മൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കൈപിടിക്കുക? എന്നാൽ നാസിലത്തിൻ്റെ കുനൂത്തിലൊക്കെ നമുക്ക് ഇറങ്ങിയ ഈ മുസീബത്തിനെയും ബലാഇനെയും ഒഴിവാക്കാനാണ്. ഇപ്പോൾ കൊറോണ സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ നാസിലത്തിൻ്റെ കുനൂത്ത് ഓതിയിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇറങ്ങിയ ആ ബുദ്ധിമുട്ടിനെ തട്ടാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ഇങ്ങനെ കൈ ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. കാരണം നമുക്ക് ഇറങ്ങിയ ആ എന്ത് മുസീബത്തിനെ തട്ടണം എന്നർത്ഥത്തിൽ കൈ ഇങ്ങനെ പിടിക്കണം എന്നുള്ളതാണ്. ഏതായാലും അതിൻ്റെ ഒരു പദങ്ങൾ അല്ലാഹു മുഹ്ദിന ഇതിന് പറഞ്ഞ അല്ലാഹു മുഹ്ദിനി ഫീമൻ ഹദൈത്ത് ഇല ആഖിരി അവസാനം വരെ എന്നാൽ ബാക്കി പറയുന്നുണ്ട് അല്ലാഹു മുഹ്ദിനി ഫീമൻ ഹദൈത്ത്. അല്ലാഹുവെ നീ സന്മാർഗത്തിലാക്കിയ ധാരാളം ആളുകളുണ്ട്, അവരുടെ കൂട്ടത്തിൽ എന്നെയും സന്മാർഗത്തിലേക്ക് ആക്കണമേ. പിന്നെ ആഫിനി ഫീമൻ ആഫിയത്ത്, അല്ലാഹുവെ നീ ആഫിയത്ത് നൽകിയ ധാരാളം ആളുകളുടെ കൂട്ടത്തിൽ എനിക്കും ആഫിയത്ത് നൽകണമേ. തവല്ലനി ഫീമൻ തവല്ലൈത്ത്, അല്ലാഹുവെ നീ ഏറ്റെടുത്ത കുറേ ആളുകളുണ്ട്, ആ കൂട്ടത്തിൽ എന്നെയും നീ ഏറ്റെടുക്കണമേ എന്ന്. കാരണം അവരുടെ മാർഗത്തിൽ എന്നെയും ചലിപ്പിക്കണമേ നീ ഏറ്റെടുത്ത. കാരണം നമ്മുടെ കാര്യം സ്വന്തമായിട്ട് നമുക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല, അള്ളാഹു ഏറ്റെടുത്താൽ നമ്മൾ കഴിച്ചില്ലേ. ബാരിക്കലി ഫീമ ആഴ്ത്തിയിട്ട് അള്ളാഹു നീ ധാരാളം അനുഗ്രഹങ്ങളും ധാരാളം കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്, നീ ബർക്കത്ത് നൽകണം. കുറേ കാര്യങ്ങൾ കിട്ടിയിട്ട് കാര്യമില്ല, അതിൽ ബർക്കത്തും കൂടി വേണം. അതുകൊണ്ട് നീ ബർക്കത്ത് നീ നൽകണമേ. വഖിനി ശർറമാ ഖദൈത, അള്ളാഹു നീ വിധിച്ച ഷെറുകളുണ്ടെങ്കിൽ അത് നീ തട്ടിക്കളയണമേ. അപ്പോൾ അള്ളാഹു നമുക്ക് ഷെറുകൾ വിധിച്ചിട്ടുണ്ടാകും. ലാ യറുദ്ദുൽ ഖലാ ഇല്ല ദുആ എന്ന ഹദീസുണ്ട്. കാരണം ഖലാഇനെ തട്ടി മാറ്റാൻ ദുആഇന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ദുആ ചെയ്താൽ നമുക്ക് നമ്മുടെ മേൽ അള്ളാഹു കണക്കാക്കിയിട്ടുള്ള ഷെറുകളൊക്കെ നീക്കം ചെയ്യാൻ സാധിക്കും. അപ്പോൾ വഖിനി ശർറമാ ഖദൈത്ത്, അള്ളാഹു നീ വിധിച്ച ഷെറിനെ തൊട്ട് നീ കാത്തു രക്ഷിക്കണേ എന്നുള്ളത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖലാഇ ഉണ്ടാവുക, ആദ്യം അള്ളാഹു ഇവനക്ക് എന്തെങ്കിലും ഷെറ്, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അടുത്തൊരു ആക്സിഡൻറ്റ്, അല്ലെങ്കിൽ അടുത്തെന്തെങ്കിലും മുറിവോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവാൻ അള്ളാഹു ഖലാ ആക്കിയിട്ടുണ്ടാവും. ഇവൻ ദുആ ചെയ്യും, അള്ളാഹു മുസീബത്തുകളിൽ നിന്നും ബലായിൽ നിന്നും രക്ഷിക്കണേ എന്ന്. അങ്ങനെ അള്ളാഹു ഉണ്ടാകും ആ ഒരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ആ ഒരു അപകടം അവനിൽ നിന്ന് ഒഴിവാക്കും. ഇതൊക്കെ അള്ളാഹു നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ടാവും. അള്ളാഹു ഇതൊക്കെ അറിയാം. ഇവൻക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആക്സിഡൻറ്റ് അള്ളാഹു കണക്കാക്കിയതെന്നും പിന്നീട് അവൻ ദുആ ചെയ്യുമെന്നും ആ ദുആ ചെയ്ത കാരണത്താൽ ഇവനക്ക് ആ ഒരു ഖലാ ആക്കിയ ആ ആക്സിഡൻറ്റ് ഒഴിവാക്കി കൊടുക്കും. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഖലാഇൽ നേരത്തെ ഉണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നേരത്തെ ഉണ്ട്, നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മളോട് എന്ത് ചെയ്യുക, അള്ളാഹു പറഞ്ഞത് ഇങ്ങനെ ദുആ ചെയ്യാനാണ്, അപ്പം നമ്മൾ ദുആ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ അള്ളാഹു എന്താകും, നമുക്ക് കണക്കാക്കിയിട്ടുള്ള ആ എന്നത് അപകടങ്ങളൊക്കെ അള്ളാഹു നീക്കം ചെയ്യും. വഖിനി ശർറമാ ഖദൈത്ത് ഫഇന്നക തഖ്ലി, നീ അള്ളാഹുവിനെ പുകഴ്ത്താണ്. അള്ളാഹുവെ ഫഇന്നക തഖ്ലി, നീയാണ് വിധിക്കുന്നവൻ. വലാ യുഖ്ളാ അലൈക, നിനക്കെതിരെ വിധിക്കാൻ ലോകത്താരുമില്ല. നീ വിധിക്കപ്പെടുകയില്ല, നീ വിധിക്കുന്നവനാകുന്നു. നിനക്ക് വേണ്ടി അല്ലെങ്കിൽ നിനക്കെതിരെ വിധിക്കാൻ ആരുമില്ല. വഇന്നഹു ലാ യദില്ലു മൻ വാലൈത, അള്ളാഹുവെ നീ ഏറ്റെടുത്ത ഒരാൾ ഒരിക്കലും എന്താവില്ല നിന്ദിയാവുകയില്ല.
നീ ഏറ്റെടുത്താണ്, പിന്നെ അവൻ ഒരിക്കലും നിന്നെയാവുകയില്ല. വലാ യഈസു മിൻ ആദൈത, നീ ശത്രുത വെച്ച ഒരാൾ, നമ്മൾ ഹദീസിനോട് പറഞ്ഞിരുന്നു, നീ ശത്രുത വെക്കുക എന്ന് പറഞ്ഞാൽ നീ വെറുത്തൊരാൾ, നീ ഒഴിവാക്കിയ ഒരാൾ, നീ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാതെ അള്ളാഹുവെ നീ ഒഴിവാക്കിയ, നീ ശത്രുത പുലർത്തിയ ഒരാൾ, വലാ യഈസു, അവൻ ഒരിക്കലും അസീസാവുകയില്ല, പ്രിയനാവുകയില്ല, മഹോന്നതനാവുകയില്ല. അള്ളാഹുവിനോട് ശത്രുത പുലർത്തിയ ഒരാൾ ഒരിക്കലും മഹോന്നതനാവുകയില്ല. തബാറക്ത റബ്ബന, റബ്ബേ നീ ബർക്കത്തുള്ള ആളായിരിക്കുന്നു, ബർക്കത്തുള്ളവനായിരിക്കുന്നു. തആലൈത, അള്ളാഹു നീ എത്രയോ ഉയർന്നിരിക്കുന്നു. ഫലക്കൽ ഹംദു അലാ മാ ഖളൈത, അള്ളാഹു നീ എന്ത് വിധിച്ചോ ആ എന്ത് വിധിക്കും നിനക്കാണ് സ്തുതി. ഒരു പക്ഷേ നല്ലത് വിധിച്ചിട്ടുണ്ടാവും, എന്നാലും അൽഹംദുലില്ലാ. ഒരു പക്ഷേ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അപകടമോ എന്തെങ്കിലും വിധിച്ചിട്ടുണ്ടാവും, എന്നാലും അൽഹംദുലില്ലാ. നീ എന്ത് വിധിച്ചാലും ആ വിധിക്ക് മേൽ നിനക്കാണ് സ്തുതി. അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക, അള്ളാഹു നിന്നോട് പൊറുക്കലിനെ തേടുന്നു, നിന്നോട് തൗബ ചെയ്യുന്നു. അപ്പം ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, ഇതാണ് ഖുനൂത്തിൻ്റെ സീഗ, അതിൻ്റെ അർത്ഥവും നമ്മൾ പറഞ്ഞു. എന്നാൽ ഈ ഖുനൂത്തിൽ വീണ്ടും ആഡ് ചെയ്യാൻ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഖുനൂത്ത് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഇനി എന്താണ് ഉമർ റളിയല്ലാഹു അൻഹു ഖുനൂത്ത് എന്താണ്? അല്ലാഹുമ്മ ഇന്നാ നസ്തഈനുക വനസ്തഗ്ഫിറുക വനസ്തഹ്ദീക. നിങ്ങൾ സുദൈസിയുടെയൊക്കെ എന്തിനത് ഹറമിലെ സുദൈസിയുടെയൊക്കെ ഖുനൂത്തിലെ ദുആയിലൊക്കെ കാണാം. സാധാരണ ദുആക്ക് പുറമെ ഇതും കൂടി ദുആ ചെയ്യാറുണ്ട്. കാരണം അവിടെ വരുന്നവർക്ക് പ്രത്യേകം ദുആ ചെയ്യാനും അല്ലെങ്കിൽ എത്ര ദുആ ചെയ്താലും കുഴപ്പമില്ലാത്തവരാണ്. അതുകൊണ്ട് സുദൈസിയൊക്കെ എന്ത് ചെയ്യും, ഹറമിലൊക്കെ ധാരാളം ദുആ ചെയ്യും. അതിന് കൂട്ടത്തിൽ ഈ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ദുആയും ഖുനൂത്തിൽ പറയാറുണ്ട്. അല്ലാഹുമ്മ ഇന്നാ നസ്തഈനുക, അല്ലാഹുവേ ഞങ്ങൾ നിന്നോട് അല്ലെങ്കിൽ നിന്നോട് സഹായം തേടുന്നു, സഹായം ചോദിക്കുന്നു. വനസ്തഗ്ഫിറുക, അല്ലാഹുവേ ഞങ്ങൾ നിന്നോട് പാപമോചനം തേടുന്നു. വനസ്തഹ്ദീക, ഹിദായത്തിന് ചോദിക്കുന്നു, അല്ലാഹുവേ ഞങ്ങളെ ഹിദായത്തിലേക്ക് ആക്കണമെന്ന്. നമ്മൾ ഓൾറെഡി ഹിദായത്തിലാണെങ്കിൽ പോലും വീണ്ടും വീണ്ടും നമ്മൾ ഹിദായത്തിലേക്ക് ചോദിക്കണം. ഒന്ന്, ഹിദായത്തിലാണെങ്കിൽ പോലും ആ ഹിദായത്തിൽ നിന്ന് പലപ്പോഴായിട്ടും പല അവസരങ്ങളിൽ നമ്മളിങ്ങനെ വ്യതിചരിക്കുന്നുണ്ട്. എപ്പോഴും നമ്മുടെ ഹിദായത്തിൽ തന്നെ നിലനിർത്തണമെന്നും മാത്രമല്ല, ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഈ ഹിദായത്തിൽ നിന്ന് വിട്ടുപോയാൽ ഒരു സുപ്രഭാതത്തിൽ നമുക്ക് തോന്നാണ്, അല്ലെങ്കിൽ ഈ മതം എന്തിനാ, അല്ലെങ്കിൽ അള്ളാഹു ഉണ്ടോ, നബി ഉണ്ടോ എന്നൊക്കെ തോന്നുന്നതൊക്കെ. അങ്ങനെ ഒരു തോന്നലിൽ നിന്ന് അള്ളാഹുവെ ഞങ്ങൾ രക്ഷിക്കണമേ, എന്നും ഞങ്ങളെ ഹിദായത്തിൽ തന്നെ നിലനിർത്തണമേ എന്നാണ് മനസ്തഹദീക്ക. വനുഅ്മിനുബിക, 100% അള്ളാഹുവെ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്നു. വനതവക്കലു അലൈക, ഞങ്ങളുടെ കാര്യമായി അള്ളാഹുവെ നിന്നിൽ വരമേൽപ്പിക്കുന്നു. വനുസ്നി അലൈക്കൽ ഖൈറ കുല്ല, അള്ളാഹുവെ എല്ലാ ഖൈറും നിന്റെ മേൽ ഞങ്ങൾ സ്തുതി പാടുന്നു. ലോകത്തിലെ എല്ലാ ഖൈറിൻ്റെയും ഉടമ അള്ളാഹു ആകുന്നു എന്ന് ഞങ്ങൾ പുകഴ്ത്തി പറയുന്നു. വനഷ്കുറുക, ഞങ്ങൾ സ്തുതിക്കുന്നു അള്ളാഹുവെ നിന്നെ. വലാ നക്ഫുറുക, ഒരിക്കലും ഞങ്ങൾ നന്ദികേട് കാണിക്കുന്നില്ല അള്ളാഹുവെ. വനഖ്ലഉ വനത്റകു മൻ യഫ്ജിറുക, അള്ളാഹുവെ നിന്നോട് തെറ്റ് ചെയ്യുന്ന, നിന്നോട് തമ്മാടിത്തരങ്ങൾ ചെയ്യുന്ന ആളുകളെയൊക്കെ ഞങ്ങൾ ഒഴിവാക്കുന്നു, അവരെയൊക്കെ ഞങ്ങൾ ഒഴിവാക്കുന്നു, ഞങ്ങൾ അവരെയൊക്കെ തട്ടിമാറ്റുന്നു, അവരെയൊക്കെ ഞങ്ങൾ ഒഴിവാക്കുന്നു. അല്ലാഹുമ്മ ഇയ്യാക നഅ്ബുദു, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വലക നുസല്ലി, അല്ലാഹുവേ നിന്നോട് മാത്രം, നിനക്ക് വേണ്ടി മാത്രം ഞങ്ങൾ നിസ്കരിക്കുന്നു. വനസ്ജുദു, നിനക്ക് വേണ്ടി മാത്രം സുജൂദ് ചെയ്യുന്നു. വഇലൈക നസ്അ വനഹ്ഫദു, നിന്നിലേക്ക് ഞങ്ങൾ നടക്കുന്നു. വനഹ്ഫദു, ഞങ്ങൾ ഓടുന്നു നിന്നിലേക്ക് മാത്രമാണ് ഞങ്ങളുടെ നടത്തവും ഓട്ടവും. ഞങ്ങളുടെ ഈ ഓട്ടപ്പാച്ചിന് മുഴുവൻ അല്ലാഹുവേ നിന്നിലേക്കാകുന്നു. നർജു റഹ്മതക, അല്ലാഹുവേ നിന്റെ റഹ്മത്തിനെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വനഖ്ശ അദാബക, അല്ലാഹുവേ നിന്റെ അദാബ് ഞങ്ങൾ പേടിക്കുന്നു. ഇന്ന അദാബക്കൽ ജിദ്ദ, നിന്റെ വലിയ ആ ഒരു അദാബുണ്ടല്ലോ, അദാബ് ബിൽ കുഫാരി മുലഹഖ്, കുഫാരികളുമായി ചേർന്ന് വരുന്നതാണ്. അപ്പം നിന്റെ വലിയ അഗ്നികുണ്ടാരം അത് കുഫാരികളോട് ചേർന്ന് വരുന്നതാകുന്നു. അത്തരം നരകക്കുണ്ടാരത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ. അപ്പോൾ നമുക്ക് പലപ്പോഴും ഒറ്റയ്ക്കൊക്കെ നിസ്കരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫ്രീ ആയിട്ടൊക്കെ നിസ്കരിക്കുന്ന, പ്രത്യേകിച്ച് സുബഹിൻ്റെ സമയത്തും വലിയ തിരക്കൊന്നുണ്ടാവില്ല ആളുകളും. അതുകൊണ്ട് ഈ ഖുനൂത്തിന് കൂടെ തന്നെ ഈ ദുആയും കൂടി കുറഞ്ഞ വാക്കുകൾ മാത്രമുള്ളതും കാണാൻ പഠിച്ച 2-3 പ്രാവശ്യം ചെല്ലിയാൽ കാണാതെ പഠിക്കുന്ന ഇക്റാം, ഇതും കൂടി ഒന്ന് ചെല്ലിയാൽ വളരെ ഉഷാറായിരിക്കും എന്നതാണ്. ഇനി ഒരാൾക്ക് ഖുനൂത്തൊന്നും അറിയില്ല എന്നൊക്കെ, എന്നാൽ പോലും അയാൾക്ക് ഏതെങ്കിലും ഒരു ആയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദുആ, ഈ പറഞ്ഞ ദുആ അല്ലാത്ത ഏതെങ്കിലും ദുആ എടുക്കുന്നതും പ്രത്യേകം സുന്നത്തുണ്ട് എന്നുള്ളതാണ്. ഇനി നാസിലത്തിൻ്റെ ഖുനൂത്ത് നമ്മൾ പറഞ്ഞു, നിസ്കാരങ്ങൾ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം നാസിലത്തിൻ്റെ ഖുനൂത്ത്. ആ നാസിലത്തിൻ്റെ ഖുനൂത്ത് ആണെങ്കിൽ പോലും നമുക്ക് ഈ സുബഹിന് ശേഷമുള്ള ഈ ഖുനൂത്ത് ഉണ്ട്, അല്ലാഹുമ്മ ഹ്ദിനില, ഈ ഖുനൂത്ത് ഓതിന് ശേഷമാണ് പിന്നെ നാസിലത്തിൻ്റെ ഖുനൂത്ത്. അല്ലാഹുമ്മ റഫഇൽ ബലാ വൽ വബാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ദുആ ചെയ്യും. അതൊക്കെ ഈ സുബഹിൻ്റെ ഖുനൂത്ത് ഓതിന് ശേഷമാണ് ഓതേണ്ടത് എന്നുള്ളതാണ്. അതേപോലെ ഇമാമാണെന്നുണ്ടെങ്കിൽ ഈ ഖുനൂത്ത് ഉറക്കെ ഓതണം എന്നുള്ളതാണ്. ഇമാം ഈ ഖുനൂത്ത് ഉറക്കെ ഓതണം. അതേപോലെ തന്നെ
മഅ്മൂമ് ഇമാമിനെ കേൾക്കുന്ന മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം ആ ദുആഇൻ്റെ അവിടെയൊക്കെ ആമീൻ എന്ന് പറയണം. അപ്പോൾ അല്ലാഹുമ്മ ഹദിനാ ഫീമൻ ഹദീത് പറയുമ്പോൾ ആമീൻ, വആഫിനാ ഫീമൻ ആഫിയത് ആമീൻ, ഇങ്ങനെ മഅ്മൂമിങ്ങൾ ആമീൻ ഇങ്ങനെ പറയണം എന്നുള്ളതാണ്. ഏതുവരേക്കും ഫഇന്നക തഖ്ലീ വലാ യുഖ്ലാ അലൈക, അതുവരേക്കും. അവിടെ എത്തിക്കഴിഞ്ഞാലോ മഅ്മൂമിങ്ങളും ഒപ്പം ഇമാമിനോട് കൂടെ മെല്ലെ പതുക്കെ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ മെല്ലെ ചൊല്ലേണ്ടത് എന്നുള്ളതാണ്. ഇനി മൊത്തത്തിൽ ഒരു ഇമാമാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂട്ടത്തിൽ ദുആ ചെയ്യുമ്പോൾ അവിടെ അതിൻ്റെ ദുആ ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഇമാമ് സ്വന്തം ശരീരത്തെ മാത്രം ഉദ്ദേശിച്ച് ദുആ ചെയ്യുന്ന കറാഹത്താണ്. ഉദാഹരണത്തിന് പറയുന്നത് അല്ലാഹു മുഹ്ദിനി, അല്ലാഹു എന്നെ രക്ഷപ്പെടുന്നു. കുറേ ആൾക്കാരുണ്ടെങ്കിൽ എന്താക്കണം, അത് ജംഇൻ്റെ ആക്കണം. അല്ലാഹു മുഹ്ദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത് വതവല്ലനാ ഫീമൻ തവല്ലൈത്. ഇങ്ങനെ തവല്ലനാ ആഫിന എന്ന ജംഇൻ്റെ സിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. ഒറ്റയ്ക്ക് ഇത് കുനൂത്തിൽ മാത്രമല്ല, പൊതുവെ നമ്മൾ കൂട്ടത്തിൽ ദുആ ചെയ്യുമ്പോൾ അയാൾക്ക് വേണ്ടി മാത്രമാക്കുന്നത് അത് കറാഹത്താകുന്നു. എല്ലാവരും കൂടി ഉദ്ദേശിക്കണം. ഇനി ഒരാൾക്ക് മാത്രം ഒരു ഇമാമ് അല്ലാഹു മുഹ്ദിനി എന്നോ അല്ലെങ്കിൽ അല്ലാഹു ആഫിനി അല്ലെങ്കിൽ അസ്തഗ്ഫിറുക അല്ലെങ്കിൽ അല്ലാഹു മുഗ്ഫിർലി എന്ന് എനിക്ക് ഒറ്റപ്പെടുന്നുണ്ട്, എന്നാലും മഅ്മൂമിങ്ങൾക്ക് ആമീൻ പറഞ്ഞാൽ ആ ദുആഇൻ്റെ കൂലി കിട്ടുമെന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസം. ഒരു ഇമാമ് അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരാൾക്ക് വേണ്ടി സ്വന്തം ഓൻ ദുആ ചെയ്തു, അല്ലാഹു എനിക്ക് ഖൈർ ബർക്കത്ത് കൊണ്ടാൻ ദുആ ചെയ്തു, കേൾക്കുന്നവരൊക്കെ അതെന്ത് ചെയ്തു, ആമീൻ പറഞ്ഞാൽ ആമീൻ പറയൽ കൊണ്ട് തന്നെ അവർക്കും അതിൻ്റെ കൂലി കിട്ടും, ആ ദുആ സ്വീകരിക്കും എന്നുള്ളതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസം. ഏതായാലും നമ്മൾ എന്ത് ചെയ്തത്, 6 റുക്നുകൾ നമ്മൾ പറഞ്ഞു, നിസ്കാരത്തിൻ്റെ 6 റുക്നുകൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി 7ാമത്തെ റുക്നാണ് പറയാൻ പോകുന്നത്. അടുത്ത ക്ലാസ് മുതൽ പറയാം. വാഹിദ് ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.